ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനാസ് കിച്ചൺ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ 5-7 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ചീകിയതാണ്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുകിയത് വേണം. പിന്നെ 1 കപ്പ് അരി വേണം. അരി നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ വാറ്റി കളയാം. 2-3 പ്രാവശ്യം ഈ വെള്ളം ക്ലിയർ ആവുന്ന വരെ ഈ അരി കഴുകിയെടുക്കണം. അപ്പോൾ ഈ അരി നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാനിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരു 5-7 മിനിറ്റ് ചൂടാക്കിയാൽ തന്നെ ഇത് നല്ലപോലെ റോസ്റ്റായി കിട്ടും. നിർത്താതെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട്. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഈ അരി കടുക് പൊട്ടണ പോലെ പൊട്ടി തുടങ്ങും. അപ്പോൾ ഇത് റോസ്റ്റായി തുടങ്ങിയെന്നാണ് അർത്ഥം. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്ത് 5-7 മിനിറ്റ് റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ റോസ്റ്റായിട്ടുണ്ടാവും. പിന്നെ ഇത് റോസ്റ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 1-2 അരിമണി എടുത്തൊന്ന് കടിച്ചു നോക്കുക. അപ്പോൾ നല്ലപോലെ ക്രഞ്ചി ആയിട്ടുണ്ടെങ്കിൽ ഇത് റോസ്റ്റായി എന്നാണ് അർത്ഥം. പിന്നെ ഇതിന് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ റോസ്റ്റായി കഴിയുമ്പോൾ. റോസ്റ്റായി കഴിയുമ്പോൾ ഇതൊന്ന് ഓഫാക്കുക. എന്നിട്ട് ഇതിലേക്ക് 5-6 ഏലക്കായ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ അരിയുടെ ചൂടിൽ തന്നെ ഈ ഏലക്കായ ഒന്ന് ചൂടായി കിട്ടണം. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറി കഴിയുമ്പോൾ ഇത് മിക്സിയിലിട്ട് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഏലക്കായ കൂടിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി ഈ മിക്സിയിൽ തന്നെ നമ്മൾ ചെരുക്കി വെച്ച തേങ്ങ ഒരു 10 സെക്കൻഡ് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് ഒന്നും കൂടി 10 സെക്കൻഡ് അടിച്ചെടുക്കുക. തേങ്ങയും ശർക്കരയും നല്ലപോലെ മിക്സായി കിട്ടണം. ഇനി നമ്മൾ മാറ്റി വെച്ച അരിപ്പൊടിയിലോട്ട് നമ്മൾ തേങ്ങയും ശർക്കരയും അടിച്ചെടുത്തത് മിക്സാക്കി കൊടുക്കാം. കൈകൊണ്ട് നല്ലപോലെ കുഴച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ ഒരു കൂട്ട് വെച്ചിട്ട് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു 10-12 ഉണ്ട ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ചേരുവകൾ അതുപോലെ കൂട്ടി കൊടുക്കണം. അപ്പോൾ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അരിയുണ്ട ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. ചായക്ക് പറ്റിയൊരു പലഹാരമാണത്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും നമ്മുടെ വീട്ടിൽ മിക്കതും ഉണ്ടാവും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അരിയുണ്ട ഉണ്ടാക്കി നല്ല ടേസ്റ്റുള്ള നല്ല റിച്ച് ആയിട്ടുള്ള കേരള സ്വീറ്റാണ് അരിയുണ്ട. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് ഉണ്ടയാക്കി എടുക്കാം.
ചെറിയൊരു പോർഷൻ എടുത്തിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ അരിയുണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.